ജയറാമിനും മാധുരിക്ക് പകരം നന്ദിനി മതിയായിരിക്കും. പക്ഷേ കാർത്തിക്കിനും മൈഥിലിക്ക് പകരം ആവില്ല ഒരു മീനാക്ഷിയും. അല്ലെങ്കിലും ഇവരോട് എനിക്കൊന്നും പറയാനില്ല. പറയാനുള്ളതേ നിന്നോടാ. ഇനി പറയും, ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് സമ്മതമാണോ? അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ശരി, ഞാൻ ആദ്യമേ പറഞ്ഞു ഒരേ ഒരു ഉപാധിയെ എനിക്കുള്ളൂ എന്ന്. ഞാനത് പറഞ്ഞു കഴിഞ്ഞു. പറ്റില്ലെന്ന് നീയും പറഞ്ഞു. ഇനി ഈ സംഭാഷണം തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനേ എന്റെ മോളെയും കൊണ്ട് പോവാ. മാറടി അങ്ങോട്ട്. മുത്തശ്ശി, എന്റെ മോളെ അവള് കൊണ്ടുപോട്ടെ മോളെ. നമുക്കിതിലൊന്നും ചെയ്യാനില്ല. കോടതി ഉത്തരവല്ലേ. നമ്മുടെ വാശിക്കും തീരുമാനങ്ങൾക്കും പ്രസക്തിയില്ലല്ലോ. ബലമായി തടയാൻ ശ്രമിച്ച് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. ജഗദീഷിന്റെ കാര്യം നീയും കണ്ടതല്ലേ. ഒരു കുഞ്ഞിന്റെ പേരും പറഞ്ഞ് എന്തൊക്കെ പ്രശ്നങ്ങളാ ഈ വീട്ടില്. അവളുടെ കുഞ്ഞല്ലേ, അവള് തന്നെ കൊണ്ടുപോയിക്കോട്ടെ. മുത്തശ്ശി ഇതിനൊക്കെ കൂട്ടു നിൽക്കുവാണോ? കാർത്തേട്ട കുഞ്ഞ് ചെമ്പകമംഗലത്തിന്റെ സ്വത്താണെന്ന് മുത്തശ്ശി തന്നെയല്ലേ പറയാറ്. എന്നിട്ടിപ്പോ കാർത്തിക്കിന്റെ കുഞ്ഞ് അവനിപ്പോ ആവതില്ലാതെ കിടക്കുകയല്ലേ. ഈ നിലയിൽ ഇപ്പൊ കുഞ്ഞ് അവനൊരു ഭാരം. അങ്ങനെയുള്ളപ്പോ കുഞ്ഞിന്റെ അവകാശി അതിന്റെ അമ്മയാണ്. അതിന്റെ അവകാശിയുടെ കയ്യിൽ തന്നെയാ ഇപ്പോ ഉള്ളത്. നീ അതിന്റെ കാര്യം മറന്നേക്ക്. മുത്തശ്ശിക്ക് എങ്ങനെയൊക്കെ മാറാൻ പറ്റിയത്? എന്തു പറ്റി മുത്തശ്ശിക്ക്? എന്റെ മകനെ പോലീസ് കൊണ്ടുപോകുന്ന നീ കണ്ടതല്ലേ. എനിക്ക് അവനെ രക്ഷിക്കണം. ഒപ്പം ഈ കുടുംബത്തെ. പലതും നടക്കോ? ആ തള്ളയും കൂട്ടരും ചേർന്ന് കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും പൊക്കോട്ടെ എന്ന് തീരുമാനമെടുത്താ തീർന്നു. ഈ പണി ചെയ്തതൊക്കെ വെറുതെ ആവും. മേഡം പേടിക്കണ്ട, കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നിടത്ത് തന്നെ എത്തും. നീയും കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്. അത് മൈഥിലി പ്രസവിച്ച കുഞ്ഞ്. മറ്റാരേക്കാളും കുഞ്ഞിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള പൂർണ്ണ അധികാരം മൈഥിലിക്ക് തന്നെ. അവളുടെ കുഞ്ഞ് അവളുടെ ഇഷ്ടം പോലെ ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടമുള്ളവരോടൊപ്പം വളരും. അതിൽ നിനക്കോ എനിക്കോ അഭിപ്രായം പറയാൻ പോലും ആവില്ല. മീനാക്ഷി, നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ വാശി പിടിക്കരുത്. ഇത് ഞാൻ നിന്റെ ചെറിയമ്മയിൽ നിന്ന് പറയുന്നതല്ല. ഭർത്താവിന് നഷ്ടപ്പെടരുതെന്ന് അങ്ങ് ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു ഭാര്യ. അച്ഛനില്ലാതെ മക്കളെ വളർത്തേണ്ട ഗതികേട് ഉണ്ടാവാതിരിക്കാൻ ഒരമ്മയാ ഞാൻ പറയുന്നതാ. ദയവ് ചെയ്ത് നീ ഇതൊന്ന് കേൾക്കണം. ആ ദാ വരുന്നുണ്ട്. മൈഥിലി പ്ലീസ്, എന്റെ മോളെ കൊണ്ടുപോകരുത്. നിനക്ക് എന്റെ അവസ്ഥ മനസ്സിലാവാത്തോണ്ടാണോ?
നിന്റെ അവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ടല്ലേടി നീ എന്തും ചെയ്യാൻ തയ്യാറാന്ന് പറഞ്ഞപ്പോ ഞാനൊരു കാര്യം നിന്നോട് ആവശ്യപ്പെട്ടത്. അത് പറ്റില്ല എന്ന് പറഞ്ഞത് നീയല്ലേ? ഒരു തവണ, ഒരൊറ്റ തവണ കൂടി ഞാൻ നിന്നോട് ചോദിക്കുക, കാർത്തിക്കിന്റെ ഭാര്യയായി ഇനി അങ്ങോട്ട് ഞാനിവിടെ ജീവിക്കും. ഇല്ല എന്നാണ് നീ ആവർത്തിക്കുന്ന ഉത്തരവെങ്കിൽ എന്റെ കുഞ്ഞിനെ നീ ഇനി എടുക്കുന്നത് പോയിട്ട് കാണുക പോലുമില്ല. ഉത്തരം മറിച്ചാണെങ്കിൽ നിന്റെ മുമ്പിൽ ഇവിടെ തന്നെ ഈ കുഞ്ഞുണ്ടാവും. കാർത്തിയേട്ടൻ തന്നെ തീരുമാനിക്കട്ടെ. അതിനി എനിക്കാ മീനാക്ഷി. വെറുതെ മത്സരിക്കാൻ നിൽക്കണ്ട, തോറ്റുപോവേ ഉള്ളൂ. കാണാം. ഷൺമുഖൻ എന്താ താമസിച്ചത്? ഞാൻ താമസിച്ചു പോയെന്ന് കരുതി സാവിത്രി വല്ല അബദ്ധവും കാണിച്ചോ? ഞാനെന്ത് കാണിക്കാൻ, ഷൺമുഖനല്ലേ. നമസ്കാരം രാജലക്ഷ്മി അമ്മ. അമ്മയകത്തുണ്ട്. ശരി. ശരി ചേച്ചി. ഷൺമുഖനല്ലേ അല്ലേ ഏറ്റത്? ഞാൻ ഏറ്റതൊക്കെ ഞാൻ നടത്തും. ആദ്യം ഇവിടുത്തെ 41 42 ഒക്കെ കഴിയട്ടെ. ഉടനെ വേണം. ഞാൻ ഫോണിൽ പറഞ്ഞില്ലേ, അമ്മയേക്കാൾ കുഴപ്പക്കാരിയാ ആ മീനാക്ഷി. അവിടെ എത്രയും വേഗം. ഞങ്ങൾ ഇറങ്ങുക. ശരി ശരി. ഇവിടേക്കിന് നിന്ന ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കും. ആദ്യം ഷൺമുഖൻ വന്ന് ഭക്ഷണം കഴിക്കാം. വാ, നമുക്കങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം.
ഷൺമുഖൻ ഇരിക്കെ. ഞാൻ വിളപ്പിക്കോളാം. ശരി. സാവിത്രിക്ക് എന്തോ എന്നോട് ചോദിക്കാനുണ്ട്, ശരിയല്ലേ? അതെന്താ ഷൺമുഖൻ അങ്ങനെ ഒരു സംശയം? ഞാൻ ആഹാരം വിളമ്പുന്നോണ്ടാണോ? അല്ല, പെരുമാറ്റമെല്ലാം കൂടെ വെച്ച് ഞാൻ ചോദിച്ചതാ. അങ്ങനെയൊന്നുമില്ല. ഷൺമുഖൻ കഴിക്കേ. എന്നാലും മീനാക്ഷിയുടെ കാര്യമൊന്നും പറഞ്ഞില്ലേ? ഇന്നും കുടിക്ക. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? സാവിത്രി ചെന്നാ ഷൺമുഖൻ സാറിന്റെ അടുത്ത്. അതെന്താ മാലതി അങ്ങനെ ഒരു ചോദ്യം? ഷൺമുഖൻ കഴിക്കാനിരുന്നപ്പോൾ ഞാൻ വിളമ്പി കൊടുത്തു. അതിലെന്താ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. മറ്റുള്ളവർക്കൊന്നും ഇല്ലാത്ത ഒരു സ്പെഷ്യൽ വിളമ്പിൽ എന്താണെന്ന് ഞാൻ ചോദിച്ചോളൂ. ഷൺമുഖൻ നമ്മുടെ ബിസിനസ് ഡീലറല്ലേ? ബിസിനസിന്റെ കാര്യമൊക്കെ സംസാരിക്കാന്ന് കരുതി ഇവിടെ വന്ന് നിന്നേ ഉള്ളൂ. നിനക്കിഷ്ടമായില്ലെങ്കിൽ നീ വിളമ്പിക്ക, ഞാൻ പോയേക്കാം. അയ്യോ, അത് വേണ്ട. നിങ്ങളുടെ ബിസിനസ്സും ഡീലിംഗ് ഒക്കെ നടക്കട്ടെ. ഞാൻ അമ്മയെ പോയി വിളിച്ചിട്ട് വരാം. ഡീലർ വന്ന കാര്യം അമ്മ അറിഞ്ഞിട്ടുണ്ടാവില്ല. കഴിക്കേ. ആ, നമസ്കാരം. വരണം തിരുമേനി. എന്താ തിരുമേനി മുഖം വല്ലാണ്ടിരിക്കുന്നേ? അശുഭ ലക്ഷണങ്ങളാണല്ലോ രാജലക്ഷ്മി അമ്മേ. ഇവിടത്തെ കാറ്റിനിപ്പോഴും മരണഗന്ധം തന്നെയാണ്. ചെമ്പകമംഗലം എന്ന ഈ തറവാട്ടിൽ ഇനിയും മരണങ്ങൾ സംഭവിക്കുമെന്ന ഈശ്വരൻ സൂചന നൽകിയിരിക്കുന്നത്. പരിഹാരങ്ങളില്ലാത്ത ധാരാളം അപകടങ്ങൾ ഈ വീട്ടിൽ ഇനിയും ഒളിഞ്ഞിരിപ്പുണ്ട്. അതിൽ നിന്നൊരു മോചനം അത്ര എളുപ്പമല്ല. പരിഹാരം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിലും ഞാനൊന്ന് ചോദിച്ചോട്ടെ തിരുമേനി. തലവിധികൾ മാറുന്നവരെയെങ്കിലും അതൊക്കെ തടഞ്ഞു നിർത്താനാവില്ലേ? മറ്റൊന്നും കൊണ്ടല്ല, ഇനിയും ഇതുപോലുള്ള ദുർവിധികൾ സഹിക്കാൻ എനിക്കോ എന്റെ മക്കൾക്കോ ആവില്ല. അതുകൊണ്ടാ മകൻ, മകളുടെ ഭർത്താവ്, ഇപ്പൊ എന്റെ ഭർത്താവ് നാട് വിട്ടു പോയിരിക്കുന്നു. ഇനി എന്തൊക്കെ സഹിക്കണം ഞങ്ങള്? അതിനുള്ള മനഃശക്തി ഇല്ല തിരുമേനി. കൺമുന്നിലുള്ള ഏത് ദുരന്തത്തെയും അകറ്റി നിർത്താൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ രാജലക്ഷ്മി അമ്മേ. പ്രാർത്ഥന. മനസ്സ് നീറിയുള്ള പ്രാർത്ഥനകൾ ഈശ്വരൻ കേൾക്കാതിരിക്കില്ല. പ്രാർത്ഥന എത്രത്തോളം കഠിനമാകുന്നുവോ അത്രയും ദുരനുഭവങ്ങൾക്ക് കാഠിന്യം കുറയും. മകനും മരുമകനും ഈ ലോകം വിട്ടുപോയി. എന്നാൽ ഭർത്താവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. മരണത്തിനും ജീവിതത്തിനും ഇടയിലായി സ്വസ്ഥതയില്ലാത്ത ഒരു ജീവിതം നയിക്കുന്നുണ്ടിപ്പോൾ. കാണാമറയത്ത് കയ്യെത്തും ദൂരെയുള്ള അദ്ദേഹത്തിന്റെ തിരിച്ചുവരവോടുകൂടി സംഗതികൾ മാറിമറയും. ചിരിക്കുള്ളിലെ കാപട്യം നിറഞ്ഞ ദുഃഖങ്ങൾ തിരിച്ചറിയപ്പെടും. ഭവിഷ്യത്തുകൾ ഈ കുടുംബത്തിൽ നിന്നും അകന്നു നിൽക്കും. അതിനൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ വഴി തന്നെയാണ് ശരണം. പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് മുകളിൽ ഒന്നും തന്നെയില്ല. ഈശ്വര,
രാജലക്ഷ്മി, ഞാനാ കൈമൾ. രാജലക്ഷ്മി, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാൻ രാജലക്ഷ്മിയല്ല, ഷൺമുഖനാ. ഷൺമുഖ, താൻ പറയൂ കൈമളെ, നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. താൻ സംശയിക്കണ്ട, തന്റെ ഭാര്യയുടെ ഫോൺ നമ്പർ തന്നെയാ ഇത്. നിന്റെ കയ്യിൽ ഫോൺ എങ്ങനെ കിട്ടി? അത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ. ഞാൻ തട്ടിക്കൊണ്ടുപോയി തടവിൽ വെച്ചിരുന്ന തന്റെ കയ്യിൽ ഫോൺ എവിടെ നിന്ന് കിട്ടി? താൻ പേടിക്കണ്ട, തന്റെ ഭാര്യയെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഷൺമുഖം, തന്റെ മകന്റെ 41 ചടങ്ങിന്റെ ഭക്ഷണം കഴിക്കാൻ വന്നതാ ഞാൻ ചെമ്പകമംഗലത്ത്. ഇനി ഇതുപോലെ പല 41 ചടങ്ങുകളും ഇവിടെ നടക്കും. ഷൺമുഖം, ഇവിടത്തെ ഒരാളുടെയും ശവം പോലും തന്നെ ഞാൻ കാണിക്കില്ല. പിന്നെ ഇപ്പൊ താൻ കാണിച്ച ഈ ധീരതയ്ക്കുള്ള മെഡലുമായി ഞാൻ ഉടനെ അങ്ങോട്ട് വരുന്നുണ്ട്. ഷൺമുഖം, ഇടവനല്ലേ എന്ന് ഓർത്തപ്പോ ഓവർ സ്മാർട്ട് കാണിക്കുന്നു. ഹലോ ഹലോ, ഹലോ, ഷൺമുഖ, നിങ്ങളുടെ മുതലാളി തൊഴിലാളി ചർച്ചയൊക്കെ കഴിഞ്ഞോ? നമ്മളന്ന് ചെക്ക് കൊടുത്തില്ലേ, അതിന്റെ ഡേറ്റ് ഇന്ന്. ഞാനിത് ഓർത്തില്ല. അവര് വന്ന് എല്ലാം അമ്മയോട് പറയുകയും ചെയ്തു. ഈ പ്രതിസന്ധിന്ന് കരകയറിയേ പറ്റൂ. ഷൺമുഖൻ എന്നെ സഹായിക്കണം. പറ്റില്ല എന്ന് പറയരുത്. അങ്ങനെ പറയാനേ ഇപ്പൊ നിവൃത്തിയുള്ളൂ സാവിത്രി. ഒന്നാമത് ഈ ചെക്കിന്റെ കാര്യം സാവിത്രി നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തതാ. അതുകൊണ്ട് ഞാൻ ഇതിലൊന്നും തലയിടുന്നില്ല. അല്ലെങ്കിൽ തന്നെ വലിയ തുക വേണ്ടി വരില്ലേ? ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് തരാനാ? വാള് വിറ്റ പണത്തിൽ നിന്ന് കുറച്ച് തന്നാ മതി. തൽക്കാലത്തേക്ക് ഒരു 50 ലക്ഷം. വാള് വിറ്റ പണമോ? കൊള്ളാലോ. സാവിത്രി ഒന്ന് പോയേ, തമാശ പറയാം. അല്ല ഷൺമുഖ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അപ്പൊ ശരി സാവിത്രി,